Good morning, students. Welcome to today's class. We have already completed module 5. Now we are going to discuss module 6. In module 6, നമുക്ക് രണ്ട് സെക്ഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്യാം. ഫസ്റ്റ് WDM, അതിൻ്റെ കൺസെപ്റ്റ്, അതിൻ്റെ WDM, what is WDM, then concept of WDM, that is wavelength division multiplexing, അതിൻ്റെ സ്റ്റാൻഡേർഡ്, അതിൻ്റെ കോമ്പണൻസ്, ഡിഫറെൻറ്റ് കോമ്പണൻസ്, അത്രയാണ് നമ്മൾ ഫസ്റ്റ് സെക്ഷനിൽ പറയുന്നത്. ദെൻ സെക്കൻഡ് സെക്ഷനിൽ നമ്മൾ പറയുന്നത് ഒപ്റ്റിക്കൽ നെറ്റ്വർക്കിനെ കുറിച്ചാണ്. ഓക്കെ, ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ്റെ നെറ്റ്വർക്കും അതിൽ വരുന്ന പാരാമീറ്റേഴ്സിനെ കുറിച്ചാണ്, ടെക്നോളജിനെ കുറിച്ചൊക്കെയാണ് നെക്സ്റ്റ് പറയുന്നത്. സോ രണ്ട് സെക്ഷനാണ് മൊഡ്യൂൾ 6. ഓക്കെ, സോ മൂവിങ് ടു ദ ഫസ്റ്റ് സെക്ഷൻ, വാട്ട് ഈസ് WDM, റൈറ്റ്? Okay, this is the evolution of the technology wavelength division multiplexing എന്നുള്ള ടെക്നോളജിൻ്റെ എവല്യൂഷനാണ്. അപ്പോൾ ഏർലിയർ ടൈമിൽ, അതായത് നമ്മൾ കുറേ മുമ്പ് വേവ്ലെങ്ത് ഡിവിഷൻ മൾട്ടിപ്ലക്സിങ് വരുന്നതിന് മുമ്പ് നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്തിരുന്ന ലേസർ ആയിരുന്നു, ഒപ്റ്റിക്കൽ സോഴ്സ് ആയിട്ട് യൂസ് ചെയ്തിരുന്നത്. ഈ ലേസറിൻ്റെ ഇൻപുട്ട് കണ്ടാൽ തന്നെ അറിയാം, ലേസറിൽ ഫ്രീക്വൻസി, അതായത് വേവ് ലെങ്ത്, ഡിഫറെൻറ്റ് വേവ് ലെങ്ത്, ഓക്കെ, ഒന്നിൽ കൂടുതൽ വേവ് ലെങ്ത് ലേസർ LED യൂസ് ചെയ്തിട്ട് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഡാറ്റാസ് ട്രാൻസ്മിറ്റ് ചെയ്തിരുന്നത്. മാത്രമല്ല അവിടെ റീജനറേഷൻ, ഓക്കെ, റീജനറേറ്റേഴ്സ് ഒരുപാട്, റീജനറേറ്റീവ് റിപ്പീറ്റേഴ്സ് അല്ലെങ്കിൽ റീജനറേറ്റേഴ്സ് ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഒരു സ്മോൾ ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ വരെ നമ്മൾ ഒരുപാട് റീജനറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നു. അതാണ് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ്. ദെൻ സെക്കൻഡ് നമുക്ക് വന്നത് MEM ലേസർ, ദാറ്റ് ഈസ് ഓക്കെ. അപ്പോൾ ഈ LED ഞാൻ പറഞ്ഞു നോൺ കൊഹറൻ്റ് ആയതുകൊണ്ട് തന്നെ ഇതിൽ ഒരുപാട് വേവ് ലെങ്ത് നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടി വന്നു. ആൻഡ് ഓൾസോ നമ്പർ ഓഫ് റീജനറേറ്റേഴ്സ് ഇൻക്രീസ്ഡ് ആണ് ഫോർ ദ ട്രാൻസ്മിഷൻ. ദെൻ സെക്കൻഡ് വന്നത് മൾട്ടി ലോഞ്ചിറ്റ്യൂഡിനൽ മോഡ് ലേസർ. ഈ മൾട്ടി ലോഞ്ചിറ്റ്യൂഡിനൽ മോഡ് ലേസേഴ്സിൽ നിങ്ങൾക്ക് ഈ ഒരു ഫിഗർ കണ്ടാൽ അറിയാം, ഇവിടെ നമുക്ക് വേവ് ലെങ്ത് കണ്ടിന്യൂസ് ആയിട്ടല്ല, ഒരുപാടില്ല, എന്നാലും നമ്പർ ഓഫ് വേവ് ലെങ്ത്, അതായത് മൾട്ടി വേവ് ലെങ്ത് ആണ് ഇവിടെയും ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഇവിടെ 1.3 മൈക്രോമീറ്റർ റേഞ്ചുള്ള ഡാറ്റയാണ് ട്രാൻസ്മിറ്റ് ചെയ്തത്. അതായത് വേവ് ലെങ്ത്തിന്റെ റേഞ്ച് അല്ലെങ്കിൽ 1300 നാനോമീറ്റർ വേവ് ലെങ്ത് റേഞ്ചിലാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. സിംഗിൾ മോഡ് ഫൈബർ യൂസ് ചെയ്തിട്ടാണ് ഇവിടെ ട്രാൻസ്മിഷൻ നടന്നിരുന്നത്. ഇതൊക്കെ ഓൾഡ് ആയിട്ട് ചെയ്തിരുന്ന കാര്യം, ട്രാൻസ്മിഷൻ ടെക്നോളജി നമ്മൾ പഴയ ട്രാൻസ്മിഷൻ ടെക്നോളജീസ് ആണ്. ആൻഡ് ഓൾസോ ഇത് LED വെച്ച് നോക്കുകയാണെങ്കിൽ ഈ MLM ലേസർ യൂസ് ചെയ്തിട്ടുള്ള, അതായത് മൾട്ടി ലോഞ്ചിറ്റ്യൂഡിനൽ മോഡ് ലേസർ യൂസ് ചെയ്തിട്ടുള്ള ട്രാൻസ്മിഷൻ എന്ന് പറയുമ്പോൾ ഒന്നും കൂടി അഡ്വാൻറ്റേജ് ആണ്. കാരണം നമ്പർ ഓഫ് റീജനറേറ്റേഴ്സ് നമ്മൾ ഇവിടെ കുറച്ചിട്ടുണ്ട്. ആ ഒരു അഡ്വാൻറ്റേജ് മാത്രമാണ് ഇവിടെ ഉള്ളത്. ഇവിടെയും മൾട്ടിപ്പിൾ വേവ് ലെങ്ത് ആണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് വന്നിട്ടുള്ളത്, ഓക്കെ, നെക്സ്റ്റ് സിംഗിൾ ലോഞ്ചിറ്റ്യൂഡിനൽ മോഡ് ലേസർ ആണ് യൂസ് ചെയ്യുന്നത്. ഇതുവഴിയാണ് നമ്മൾ WDM ടെക്നോളജിയിലോട്ട് എത്തുന്നത്. ഓക്കെ, സിംഗിൾ ലോഞ്ചിറ്റ്യൂഡിനൽ മോഡ് ലേസറിൽ നമുക്ക് കണ്ടാൽ അറിയാം, ഇതിൽ ഒരു വേവ് ലെങ്ത് ആണ് അറ്റ് എ ടൈം ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ട്രാൻസ്മിറ്റിംഗ് വേവ് ലെങ്ത് എന്ന് പറയുമ്പോൾ 1.55 മൈക്രോമീറ്റർ അല്ലെങ്കിൽ 1550 നാനോമീറ്റർ റേഞ്ചിലാണ് ഇവിടെ വേവ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് പറയുമ്പോൾ ഈ ഒരു വേവ് ലെങ്ത്തിൽ നമുക്ക് അറ്റുനേഷൻ കുറവായതുകൊണ്ട് തന്നെ ഇവിടെ റീജനറേറ്റേഴ്സ് വളരെ കുറച്ച് യൂസ് ചെയ്താൽ മതി. ഇത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. ഈ ഒരു SLM ലേസറിന്ന് ആണ് നമ്മൾ WDM ലേസറിലോട്ട് വരുന്നത്. ഓക്കെ, ഓക്കെ, ഇനി ഇപ്പോൾ ഉള്ള ടെക്നോളജിയാണ് ഓക്കെ WDM, ദാറ്റ് ഈസ് വേവ് ലെങ്ത് ഡിവിഷൻ മൾട്ടിപ്ലക്സിങ്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം SLM ലേസേഴ്സ് ആണ്. ഇവിടെ ഒരു വേവ് ലെങ്ത് ഉള്ളത്. ഇതുപോലെ തന്നെ ഈ ഒരു വേവ് ലെങ്ത് ഒരു ട്രാൻസ്മിറ്ററിലൂടെ λ1 എന്നുള്ള ഒരു വേവ് ലെങ്ത് ഒരു മൾട്ടിപ്ലക്സർ വഴി ഒരു ഫൈബറിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്ത് പോവുകയാണ്. ആൻഡ് ഡിമഡ്സ് വഴി അത് സെപ്പറേറ്റ് ചെയ്തിട്ട് റിസീവറിൽ എത്തുക ചെയ്യുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു വേവ് ലെങ്ത് λ2 എന്നുള്ളത് സെയിം. അങ്ങനെ ഡിഫറെന്റ് വേവ് ലെങ്ത്, അതായത് ഒരു സിംഗിൾ വേവ് ലെങ്തിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടാണ് ഇവിടെ എന്ത് ചെയ്താണ് ഓരോ ട്രാൻസ്മിറ്ററിലോട്ട് കൊടുത്തിട്ട് വേവ് ലെങ്ത് ഇവിടെ കപ്പിൾ ചെയ്തിട്ട് അത് മൾട്ടിപ്ലക്സ് ചെയ്തിട്ട് ഇവിടെ എന്ത് ചെയ്തിരിക്കുകയാണ്, ഒരു സിംഗിൾ ഫൈബറിലൂടെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഡിഫറെന്റ് വേവ് ലെങ്ത് ആണ് ഇവിടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് വിത്ത് എ സിംഗിൾ ഫൈബർ ആൻഡ് കറസ്പോണ്ടിങ് റിസീവറിൽ എത്തുന്നു. മാത്രമല്ല ഇവിടെ നമ്മൾ റീജനറേറ്റീവ് റിപ്പീറ്റേഴ്സ് അല്ല യൂസ് ചെയ്തിട്ടുള്ള, ഒപ്റ്റിക്കൽ ആംപ്ലിഫയേഴ്സ് ആണ്. സോ നമുക്ക് റീജനറേറ്റീവ് റിപ്പീറ്റേഴ്സ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, ഒപ്റ്റിക്കൽ ആംപ്ലിഫയേഴ്സ് ആണ് ഈ ഒരു കേസിൽ നമുക്ക് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇവിടെ വേവ് ലെങ്ത് ഡിവിഷൻ മൾട്ടിപ്ലക്സിംഗ് എന്ന് പറയാൻ കാരണം ഇവിടെ തന്നിരിക്കുന്ന വേവ് ലെങ്തിനെ ഡിവൈഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഡിവൈഡ്, okay,
ഇവിടെ നമ്മൾ എന്താ നമുക്ക് തന്നിട്ടുള്ള ഈ ഒരു വേവ് ലെങ്തിനെ ഡിവൈഡ് ചെയ്തിട്ട് ഡിഫറെന്റ് ചാനൽസ് ആക്കി കൺവേർട്ട് ചെയ്തിട്ട് ഓക്കെ ഡിഫറെന്റ് ട്രാൻസ്മിറ്റിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്ത് അത് കമ്പൈൻ ചെയ്ത് മൾട്ടിപ്ലക്സറിന്റെ ഹെൽപ്പോട് കൂടി അതിനെ കമ്പൈൻ ചെയ്ത് സിംഗിൾ ഫൈബറിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ ചെയ്യുന്നത്. സോ അത് ഡിഫറെന്റ് റിസീവറിലാണ് അത് ഒപ്റ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ സിംഗിൾ വേവ് ലെങ്ത് നമുക്ക് തന്നിരിക്കുന്ന വേവ് ലെങ്തിനെ ഡിവൈഡ് ചെയ്ത്, അതായത് വേവ് ലെങ്ത് ഡിവിഷൻ മൾട്ടിപ്ലക്സിംഗ് വേവ് ലെങ്തിനെ ഡിവൈഡ് ചെയ്ത് ഡിഫറെന്റ് ട്രാൻസ്മിറ്ററിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ഇവിടെ SLM ലേസേഴ്സ് യൂസ് ചെയ്യുന്നത് പറഞ്ഞു. അപ്പോൾ ഓരോ ലേസർ വാല്യൂസിനും, അതായത് ഓരോ നമ്മുടെ വേവ് ലെങ്ത്തിനും ഓരോ ട്രാൻസ്മിറ്റേഴ്സ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു വേവ് ലെങ്ത് λ1 എന്നുള്ളതിന് ഒരു ട്രാൻസ്മിറ്റർ, λ2, λ3 അങ്ങനെ ഡിഫറെന്റ് വേവ് ലെങ്ത് റേഞ്ചിന് ഡിഫറെന്റ് ട്രാൻസ്മിറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ നമുക്ക് റെഡ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ അതിന്റെ വേവ് 650 നാനോമീറ്റർ എന്നുള്ളത് ഒരു ട്രാൻസ്മിറ്ററിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് ഒരു 450 നാനോമീറ്റർ എന്നുള്ളത് നെക്സ്റ്റ് ട്രാൻസ്മിറ്ററിലൂടെ. അങ്ങനെ ഓരോ SLM ലേസറും ഓരോ വേവ് ലെങ്ത് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ഓരോ ലേസർ ഓക്കെ ഈ ലേസർ ഡിഫറെന്റ് 650 നാനോമീറ്ററിലെ ലേസർ അത്രയും വേവ് ലെങ്ത്തിൽ വരുന്ന ലേസറാണ് SLM. ഈ ഒരു ട്രാൻസ്മിറ്ററിൽ 650 നാനോമീറ്റർ വേവ് ലെങ്ത് ഉള്ള ഒപ്റ്റിക്കൽ സിഗ്നൽ ആണ് ഈ ലേസർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇവിടെ വേറെ ഒരു വേവ് ലെങ്ത് ആയിരിക്കും ആൻഡ് ഹിയർ വേറെ വേവ് ലെങ്ത്. ഈ ഡിഫറെന്റ് വേവ് ലെങ്ത് എല്ലാം കൂടി മൾട്ടിപ്ലക്സറിലൂടെ കമ്പൈൻ ചെയ്തിട്ട് ഒരു സിംഗിൾ ഫൈബർ ഒപ്റ്റിക് ഫൈബറിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒപ്റ്റിക്കൽ WDM-ന്റെ പ്രിൻസിപ്പിൾ. ഓക്കെ, മെയിൻ ഗോള്. സോ അത് ക്ലിയർ ആണല്ലോ. അതായത് ഇവിടെ വേവ് ലെങ്ത് ആണ് ഡിവൈഡ് ചെയ്യുന്നത്. അതായത് ഓരോ ലേസർ ഓക്കെ SLM ലേസർ അല്ലെങ്കിൽ ഓരോ കളറിനും ഓക്കെ ഓരോ വേവ് ലെങ്ത് എടുത്തിട്ട്, അതായത് ഇപ്പൊ റെഡിന് 650 നാനോമീറ്റർ എന്നുള്ള ആ ഒരു വേവ് ലെങ്ത്, അങ്ങനെ വേവ് ലെങ്ത് തമ്മിൽ ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മളിവിടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. വേവ് ലെങ്ത്തിന്റെ ബേസിലാണ് ട്രാൻസ്മിറ്റ്. സോ ഇറ്റ് ഈസ് കാൾഡ് വേവ് ലെങ്ത് ഡിവിഷൻ മൾട്ടിപ്ലക്സിംഗ്. ഓക്കെ, അപ്പോൾ ഓരോ വേവ് ലെങ്ത്, ഓരോ ലേസർ ഡയോഡ് ഓരോ വേവ് ലെങ്ത് ആണ് ട്രാൻസ്മിറ്റ്. ഇപ്പോൾ നമുക്ക് ഒരു റെഡ് ലൈറ്റ് ആണ് ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിൽ അതിന്റെ വേവ് ലെങ്ത് 650 നാനോമീറ്ററുള്ള ആ ഒരു വേവ് ലെങ്ത് സെലക്ട് ചെയ്യുന്നു. പിന്നെ നെക്സ്റ്റ് ഒരു 400 ആകുമ്പോൾ ബ്ലൂ ലൈറ്റ്. അങ്ങനെ ഡിഫറെന്റ് വേവ് ലെങ്ത്തിലാണ് ഇവിടെ എന്ത് ചെയ്തിരുന്നത് ട്രാൻസ്മിഷൻ നടക്കുന്നത്. ദാറ്റ് ഈസ് വേവ് ലെങ്ത് ഡിവിഷൻ മൾട്ടിപ്ലക്സിംഗ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈ WDM യൂസ് ചെയ്യാനുള്ള കാരണം, വൈ WDM? സോ കപ്പാസിറ്റി അപ്ഗ്രേഡ് ഓഫ് എക്സിസ്റ്റിംഗ് ഫൈബർ നെറ്റ്വർക്ക് വിത്തൗട്ട് ആഡിങ് ഫൈബേഴ്സ്. ഓക്കെ, നമ്മൾ ഡിഫറെന്റ് ഫൈബേഴ്സ് ആഡ് ചെയ്യാതെ ഒരൊറ്റ ഫൈബറിലൂടെ തന്നെയാണ് ഇത് എന്ത് ചെയ്യുന്നത് ട്രാൻസ്മിറ്റ്. ഓക്കെ, ഫോർ ഫസ്റ്റ് പോയിന്റ് വരുന്നത് കപ്പാസിറ്റി നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. എക്സിസ്റ്റിംഗ് ഫൈബറിന്റെ, നമുക്ക് ഓൾറെഡി യൂസ് ചെയ്യുന്ന ഫൈബറിന്റെ കപ്പാസിറ്റി നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. WDM കേസിൽ ഒരു എക്സ്ട്രാ ഫൈബേഴ്സ് ഒന്നും യൂസ് ചെയ്യാതെ തന്നെ ഉള്ള ഫൈബേഴ്സിൽ കപ്പാസിറ്റി അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. സോ വി ആർ യൂസിങ് WDM. ആൻഡ് ഓൾസോ ദിസ് ഇസ് ട്രാൻസ്പെറൻസി. ഓക്കെ, ട്രാൻസ്പെറൻസി എന്ന് പറഞ്ഞാൽ ഈച്ച് ഒപ്റ്റിക്കൽ ചാനൽ ക്യാൻ ക്യാരി എനി ട്രാൻസ്മിഷൻ ഫോർമാറ്റ്, ഡിഫറെന്റ് അസിൻക്രോണസ് ബിറ്റ് റേറ്റ്, അനലോഗ് ഓർ ഡിജിറ്റൽ. ഓക്കെ, ഓക്കെ, ദെൻ നെക്സ്റ്റ് ട്രാൻസ്പെറൻസി. ട്രാൻസ്പെറൻസി എന്ന് പറയുമ്പോൾ നമുക്ക് ഏതൊരു ഫോമാറ്റിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞു ഡിഫറെന്റ് ചാനൽസ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. നമ്മൾ വരുന്ന വേവ് ലെങ്ത്തിനെ ഡിഫറെന്റ് ചാനലിലൂടെ ട്രാൻസ്മിറ്റർ വഴി ഡിഫറെന്റ് ചാനലിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് സിംഗിൾ ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. സോ ഡിഫറെന്റ് ചാനലിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ ആ ചാനലിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒപ്റ്റിക്കൽ സിഗ്നലിന് ഏത് ഫോമാറ്റും ആവാം. ഓക്കെ, സോ നമ്മൾ ഒരു വേവ് ലെങ്ത് ഉള്ളതിനെ നമ്മൾ ഡിഫറെന്റ് വേവ് ലെങ്ത് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ ചാനലിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യണം. ഈ ഓരോ ചാനലിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സിഗ്നലിനും നമുക്ക് ഡിഫറെന്റ് ആയിട്ട് ഉള്ള സിഗ്നലിനെ ട്രാൻസ്മിറ്റ് ചെയ്യാം. ഓക്കെ, ഒരുപോലെ ആവണമെന്നില്ല. അത് അസിൻക്രോണസ് ബിറ്റ്സ് ആവാം. ഓക്കെ, ഡിഫറെന്റ് അസിൻക്രോണസ് ബിറ്റുകളാവാം. അതുപോലെ തന്നെ അനലോഗ് ആയിട്ടുള്ള ഡാറ്റയും ഡിജിറ്റൽ ആയിട്ടുള്ള ഡാറ്റയും, എങ്ങനെയുള്ള ഡാറ്റ ഏത് രീതിയിലും അത് ഡിഫറെന്റ് ഫോമാറ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം ട്രാൻസ്മിറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് കാൾഡ് ട്രാൻസ്പെറൻസി. ഓക്കെ, അതായത് ചാനലിലൂടെ ഒരേപോലെ തന്നെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നില്ല, ഏത് ഡിഫറെന്റ് ഫോർമാറ്റിലും നമുക്ക് സെയിം ടൈം ചാനലിലൂടെ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാം. ദെൻ സ്കാലബിലിറ്റി. സ്കാലബിലിറ്റി എന്ന് ബൈ ആൻഡ് ഇൻസ്റ്റാൾ എക്യുപ്മെന്റ് ഫോർ അഡീഷണൽ ഡിമാൻഡ് ആസ് നീഡഡ്. ഓക്കെ, ഇത് നമുക്ക് അഡീഷണലി നമുക്ക് എക്യുപ്മെന്റ്സ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റണം, ഈ WDM സിസ്റ്റത്തിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് പുതിയ അഡീഷണൽ എക്യുപ്മെന്റ്സ് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് കാൾഡ് സ്കാലബിലിറ്റി. നെക്സ്റ്റ് വേവ് ലെങ്ത് റൂട്ടിംഗ് ആൻഡ് സ്വിച്ചിങ്. വേവ് ലെങ്ത് ഇസ് യൂസ്ഡ് ആസ് അനദർ ഡയമെൻഷൻ ടു ടൈം ആൻഡ് സ്പേസ്. ഓക്കെ, അതായത് ടൈം സ്പേസ് ചേഞ്ച് ചെയ്താലും നമുക്ക് സെയിം വേവ് ലെങ്ത് തന്നെ നമുക്ക് ഡിഫറെന്റ് ടൈമിലും ഡിഫറെന്റ് സ്പേസിലും യൂസ് ചെയ്യാം. അതായത് ഇപ്പൊ നമുക്ക് ഒരു വേവ് ലെങ്ത് ഉണ്ട്, ലെറ്റ് ഇറ്റ് ബി 1350 നാനോമീറ്റർ. ഓക്കെ, ഒരു 1350 നാനോമീറ്ററുള്ള ഒരു വേവ് ലെങ്ത് നമ്മൾ ഒരു ടൈമിൽ, ഓക്കെ ടൈം T1 ഒരു ടൈമിൽ നമ്മൾ ഒരു ചാനൽ 1 ട്രാൻസ്മിറ്റ് ചെയ്തു എന്ന് വിചാരിക്കാം. ഓക്കെ, ഈ സെയിം
വേവ് ലെങ്ത് ഉള്ള സിഗ്നൽ ദാറ്റ് ഇസ് 1350 നാനോമീറ്ററിലുള്ള ഈ സിഗ്നലിനെ വേറൊരു ടൈമിൽ വേറൊരു സമയത്ത് ചാനൽ 2ലൂടെയും ട്രാൻസ്മിറ്റ് ചെയ്യാം. അതായത് ടൈമിനെ ഡിപ്പെൻഡ് ആയാലും നമുക്ക് ഏത് സമയത്തും ഏത് വേവ് ലെങ്ത് വേണമെങ്കിൽ നമുക്ക് ഏത് സമയത്ത് ഏത് ചാനലിലൂടെയും ട്രാൻസ്മിറ്റ് ചെയ്യാം. ഓക്കെ, സോ 1350 എന്നുള്ള ഒരു വേവ് ലെങ്ത് അറ്റ് എ ടൈം ഒരു ചാനലിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വേറൊരു സമയത്ത് അത് ചാനൽ 2 വേറൊരു ചാനലിലൂടെയും ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ടൈമിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ആൻഡ് ഓൾസോ സ്പേസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫൈബറിൽ അതായത് 1350 വേവ് ലെങ്ത് ഉള്ള ഒരു സിഗ്നലിന് നമ്മൾ ഒരു ഫൈബറിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്തു. ഓക്കെ, ഇത് വേറൊരു ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഫൈബറിലൂടെ അത് ട്രാൻസ്മിറ്റ് ചെയ്യാം, അത് പ്രശ്നമില്ല. അപ്പൊ ടൈമിനെയും സ്പേസിനെയും എന്ത് ചെയ്യുന്നില്ല, അത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, WDM. സോ ഇതാണ് അതിന്റെ ഫീച്ചേഴ്സ്. ഓക്കെ, ദെൻ ഓക്കെ, ഇനി ഒരു ടിപ്പിക്കൽ വേവ് ലെങ്ത് ഡിവിഷൻ മൾട്ടിപ്ലെക്സിംഗ് ഫിഗർ ആണിത്. ഓക്കെ, സോ ഹിയർ ഡിഫറെന്റ് ട്രാൻസ്മിറ്റേഴ്സ് ഡിഫറെന്റ് വേവ് ലെങ്ത്തിൽ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്തു. ഒരു വേവ് ലെങ്ത് ഡിവിഷൻ മൾട്ടിപ്ലെക്സർ യൂസ് ചെയ്തിട്ട് അതിനെ മൾട്ടിപ്ലെക്സ് ചെയ്ത്, മൾട്ടിപ്ലെക്സറിന്റെ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഡിഫറെന്റ് ഇൻപുട്ട്, അതായത് ഒന്നിൽ കൂടുതൽ ഇൻപുട്ട് വന്ന് അതിനെ മൾട്ടിപ്ലെക്സ് ചെയ്ത് സിംഗിൾ ഔട്ട്പുട്ട് ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എന്നിട്ട് സിംഗിൾ ഔട്ട്പുട്ട് ആയിട്ട് നമ്മൾ ഫൈബറിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ഇവിടെ നമുക്ക് പാസീവ് ആയിട്ടുള്ള ആക്റ്റീവ് ആയിട്ടുള്ള കുറെ കോമ്പണൻസ് ഉണ്ട്. ഓക്കെ, ഇവിടെ പോസ്റ്റ് ആംപ്ലിഫയർ ഉണ്ട്. അതുപോലെ തന്നെ ദിസ് ഇസ് ദ ഒപ്റ്റിക്കൽ ഫൈബർ ആണ്. ഇൻലൈൻ ആംപ്ലിഫയർ നമ്മൾ പഠിച്ച് ഡിഫറെന്റ് ടൈപ്സ് 3 ടൈപ്സ് ഓഫ് ആംപ്ലിഫയേഴ്സ് പഠിച്ചിട്ടുണ്ട്. പോസ്റ്റ് ആംപ്ലിഫയർ, ഇൻലൈൻ ആംപ്ലിഫയർ ആൻഡ് പ്രീ ആംപ്ലിഫയർ. ഇവിടെ ആ ആംപ്ലിഫയേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അറ്റ് ദ റിസീവറിൽ നമ്മൾ വേവ് ലെങ്ത് ഡിമൾട്ടിപ്ലെക്സർ യൂസ് ചെയ്തിട്ട് അതിന് ഡിമൾട്ടിപ്ലെക്സ് ചെയ്ത് കറസ്പോണ്ടിങ് λ1 λ2 അപ് ടു λn ആയിട്ട് നമുക്ക് റിസീവറിൽ ഒബ്റ്റെയിൻ ചെയ്യുന്നു. Okay, then next, the characteristics of WDM is that the discrete wavelength form or an orthogonal set of carriers that can be separated, routed and switched without interfacing with each other. Okay, ഒരു ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള വേവ് ലെങ്ത്, ഡിഫറെന്റ് വേവ് ലെങ്ത് എന്ത് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ഇതിനെ റൗട്ട് ചെയ്തിരിക്കുന്നത്. ഇവർ തമ്മിൽ ഇന്റർഫേസിംഗ് ഒന്നും ഇല്ലാതെയാണ് ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അതിന്റെ മെയിൻ ആയിട്ടുള്ള characteristics. Okay, this isolation between channels hold as long as the total optical power intensity is kept sufficiently low to prevent nonlinear effects such as stimulated field. Okay, ഈ ഒരു കപ്പിൾ ചെയ്തിട്ട് ഇത് ഓപ്റ്റിക്കൽ നമ്മുടെ മൾട്ടിപ്ലെക്സറിൽ എത്തോളം ഇത് ഇന്റർഫേസിംഗ് ഒന്നും ഇല്ലാതെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. Okay, then next, the implementation of WDM network requires a variety of passive and active devices to combine, distribute, isolate and amplify optical power at different wavelength. Okay, passive devices require no external control for their operation, so they are somewhat limited in their application flexibility. These components are mainly used to split and combine or tap off optical signal. The wavelength dependent performance of active devices can be controlled electronically or optically, thereby providing a large degree of network flexibility. Active WDM components include tunable optical filters, tunable sources and optical amplifiers. Okay, ഈ ഒരു WDM പിക്ചറിൽ WDMന്റെ ഈ ഒരു ആർക്കിടെക്ചറൽ നെറ്റ്വർക്കിൽ നമുക്കറിയാം ഇതിൽ ആക്റ്റീവ് കോമ്പണൻസും പാസീവ് കോമ്പണൻസ് ഉണ്ട്. ഈ പാസീവ് കോമ്പണൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് എക്സ്റ്റേണൽ ആയിട്ട് ഒരു പവർ കൊടുക്കേണ്ട ആവശ്യമില്ല പാസീവ് കോമ്പണൻസിന്. ആക്റ്റീവ് കോമ്പണൻസ് നമുക്ക് ഒപ്റ്റിക്കൽ പവർ ആയിട്ടോ ഇലക്ട്രിക്കൽ പവർ ആയിട്ടോ നമുക്ക് പവർ കൊടുക്കേണ്ടി വരും. ഓക്കെ, സോ ഇത് കമ്പൈൻ ചെയ്യാനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും ഇതിനെ ഐസൊലേറ്റ് ചെയ്യാനും ആംപ്ലിഫൈ ചെയ്യാനാണ് ഈ ആക്റ്റീവ് ആൻഡ് പാസീവ് കോമ്പണൻസ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ആംപ്ലിഫയേഴ്സ് ഒരു ആക്റ്റീവ് കോമ്പണന്റ് ആണ്. ഓക്കെ, സോ അതിൽ ആക്റ്റീവ് കോമ്പണൻസ് ആയിട്ട് പറയുന്നത് ഫിൽട്ടേഴ്സ്, ഒപ്റ്റിക്കൽ ഫിൽട്ടേഴ്സ്, സോഴ്സസ്, ട്യൂണബിൾ സോഴ്സസ്, ഒപ്റ്റിക്കൽ ആംപ്ലിഫയേഴ്സ്, ഇവരാണ് നമ്മുടെ ആക്റ്റീവ് ആയിട്ടുള്ള ട്യൂണബിൾ സോഴ്സസ്, അതുപോലെ തന്നെ ആംപ്ലിഫയേഴ്സും ഇതൊക്കെയാണ് ഇതിന്റെ ആക്റ്റീവ് കോമ്പണൻസ്. സോ ഈ ഒരു WDM സ്ട്രക്ചർ ഒരു ഇംപ്ലിമെന്റേഷൻ ചെയ്യുന്നത് ആക്റ്റീവ് ആൻഡ് പാസീവ് കോമ്പണൻസിന്റെ കോമ്പിനേഷൻ കൊണ്ടാണ്. റൈറ്റ്, then next shows the implementation of passive active component in typical WDM link containing various types of optical amplifiers. Okay, at the transmitting end there are several independently modulated light sources, each emitting signal at a unique wavelength. Here a multiplexer is needed to combine these optical output into a continuous spectrum of signals and couple them into a single fiber. At the receiver end a demultiplexer is required to isolate or separate the optical signals to appropriate detection channels for signal processing. റൈറ്റ്, സോ ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നമ്മൾ വരുന്ന ഇൻപുട്ടുകളെ നമ്മൾ ഡിഫറെന്റ് ചാനലിലൂടെ ഡിഫറെന്റ് വേവ് ലെങ്ത്തിൽ ഡിഫറെന്റ് ചാനലിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്ത് മൾട്ടിപ്ലെക്സർ അതിനെ കമ്പൈൻ ചെയ്ത് ആക്റ്റീവ് ആൻഡ് പാസീവ് ഡിവൈസസിലൂടെ ഇത് ട്രാൻസ്മിറ്റ് ചെയ്ത് എവിടെ റിസീവറിൽ എത്തും, അവിടെ അത് ഡീമൾട്ടിപ്ലെക്സ് ചെയ്യും. ഓക്കെ,
So that's all about WDM and WDM concepts. Okay, ഇത്രയാണ് WDM-നെ കുറിച്ച് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് വരുന്ന ടോപ്പിക്കാണ് WDM സ്റ്റാൻഡേർഡ്സ്. ഓക്കെ, WDM സ്റ്റാൻഡേർഡ്സ് നമുക്ക് 3 ടൈപ്പ് WDM വരുന്നുണ്ട്. സോ WDM ഈസ് എസെൻഷ്യലി ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലക്സിംഗ് അറ്റ് ഒപ്റ്റിക്കൽ കാരിയർ ഫ്രീക്വൻസി. ഒപ്റ്റിക്കൽ കാരിയർ ഫ്രീക്വൻസി പറയുമ്പോൾ ഒരു ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലക്സിംഗിന് ഏകദേശം സിമിലർ ആണ് വേവ് ഡിവിഷൻ മൾട്ടിപ്ലക്സിംഗ്. ഓക്കെ, സോ ദിസ് WDM സ്റ്റാൻഡേർഡ് ഡെവലപ്ഡ് ബൈ, ഈ WDM സ്റ്റാൻഡേർഡുകൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ITU ആണ്, ദാറ്റ് ഈസ് ഇന്റർനാഷണൽ ടെലികമ്മ്യൂണിക്കേഷൻ യൂണിയൻ. ഓക്കെ, ഇന്റർനാഷണൽ ടെലികമ്മ്യൂണിക്കേഷൻ യൂണിയൻ ITU ആണ് ഈ WDM സ്റ്റാൻഡേർഡ്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ടു സ്പെസിഫൈ ചാനൽ സ്പേസിംഗ് ഇൻ ടേംസ് ഓഫ് ഫ്രീക്വൻസി, അതായത് ഫ്രീക്വൻസിന്റെ ടേമിൽ ചാനൽ തമ്മിലുള്ള സ്പേസിംഗ്, ചാനൽ സ്പേസിംഗ് എത്ര ചാനൽസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊവൈഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത്, അല്ലെങ്കിൽ ചാനൽ സ്പേസിംഗ് നമുക്ക് തരുന്ന ചാനൽ സ്പേസിങ്ങിനെ കുറിച്ച് ഒരു ഐഡിയ തരുന്നതാണ് എന്ത്, ITU. ഓക്കെ, WDM സ്റ്റാൻഡേർഡ്സ്. ഓക്കെ, ITU നമുക്ക് ചാനൽ സ്പേസിങ്ങിനെ കുറിച്ച് ഇൻ ടേംസ് ഓഫ് ഫ്രീക്വൻസിയിൽ ഐഡിയ തരുന്നതാണ് ITU എന്ന് പറഞ്ഞത്. ഓക്കെ, ഇന്റർനാഷണൽ ടെലികമ്മ്യൂണിക്കേഷൻ യൂണിയൻ, അതാണ് ചാനൽ WDM സ്റ്റാൻഡേർഡ്സ്. ഓക്കെ, WDM systems are divided into 3 different wavelength pattern. ഈ ഓൾ WDM സിസ്റ്റത്തിനെ നമുക്ക് വേവ് ലെങ്തിനനുസരിച്ച് 3 പാറ്റേൺസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. സോ ഫസ്റ്റ് ഈസ് നോർമൽ WDM, സെക്കൻഡ് ഈസ് കോസ് WDM, ദാറ്റ് ഈസ് CWDM, ആൻഡ് തേർഡ് വൺ ഈസ് ഡെൻസ് WDM, ദാറ്റ് ഈസ് DWDM. ഓക്കെ, അപ്പോൾ WDM നമുക്ക് WDM സ്റ്റാൻഡേർഡ്സ് ബേസ് ITUവിന്റെ ബേസിൽ നമുക്ക് 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ദാറ്റ് ഈസ് നോർമൽ WDM, കോസ് WDM ആൻഡ് ഡെൻസ് WDM. ഈ നോർമൽ WDM നമ്മൾ പഴയ കാലത്ത് പാസ്റ്റിൽ നമ്മൾ യൂസ് ചെയ്തിരുന്ന ടൈപ്പ് ഓഫ് WDM ആണ് നോർമൽ WDM. അവിടെ എന്താ വെച്ചാൽ 2 നോർമൽ ഫ്രീക്വൻസീസ്, അതായത് വേവ് ലെങ്ത് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ എത്തുന്നു. ദാറ്റ് ഈസ് 1310 ആൻഡ് 1550 ഇൻ 1 ഫൈബർ. ഓക്കെ, ഒരു ഫൈബറിലൂടെ നമ്മൾ പറഞ്ഞു ഡിഫറെന്റ് ചാനലിലൂടെയാണ് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, എന്നിട്ട് അതൊരു ഫൈബറിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നിട്ട് മൾട്ടിപ്ലക്സ് ചെയ്തിട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നോർമൽ WDM നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്യുന്ന അവിടെ 2 വേവ് ലെങ്ത് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ദാറ്റ് ഈസ് 1310 1310 നാനോമീറ്റർ ആൻഡ് 1550 നാനോമീറ്റർ വേവ് ലെങ്ത് മാത്രമാണ് നമുക്ക് ഈ ഒരു നോർമൽ WDM-ലൂടെ ട്രാൻസ്മിറ്റ് ചെയ്തിരുന്നത്. ഈ നെക്സ്റ്റ് ടൈപ്പ് WDM ആണ് ഡെൻസ് WDM, ദാറ്റ് ഇസ് DWDM. ഈ DWDM യൂട്ടിലൈസസ് 16, 32, 64 and 128 or more wavelength in the 150 നാനോമീറ്റർ വിൻഡോ. ഓക്കെ, 150 നാനോമീറ്റർ വിൻഡോക്കകത്തുനിന്ന് ഇത്രയും വേവ് ലെങ്ത്തിൽ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാം. ഓക്കെ, 16 വേവ് ലെങ്ത്, 16 വേവ് ലെങ്ത് അറ്റ് എ ടൈം ട്രാൻസ്മിറ്റ് ചെയ്യും. അതുപോലെ 32, 64 അത്രയും വേവ് ലെങ്ത്തിൽ നമ്മൾ എന്ത് ചെയ്യും, ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ 128 വേവ് ലെങ്ത്. ഓക്കെ, ചാനൽസ്. ഓക്കെ, 16 ചാനൽസ് അറ്റ് എ ടൈം നമ്മൾ ഡിഫറെന്റ് വേവ് ലെങ്ത്, അത് 1550 നാനോമീറ്റർ വിൻഡോ റേഞ്ചിൽ നമ്മൾ 16 വേവ് ചാനൽസ് എന്താ DWDM ട്രാൻസ്മിറ്റ് ചെയ്യും. അതുപോലെ തന്നെ 32, 64, 128 ഇത്രയും 128 വരെയുള്ള ചാനൽസിനെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു DWDM യൂസ് ചെയ്തിട്ട് നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാം. ഓക്കെ, ഈ വേവ് ലെങ്ത് നമ്മൾ സ്പേസിങ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ലേസർ ലൈൻ വിഡ്ത്തിനെയും ഒപ്റ്റിക്കൽ ഫിൽട്ടർ ബാൻഡ് വിഡ്ത്തിനെയാണ്. നമുക്ക് DWDM-ൽ നമുക്ക് വേറെ നോക്കാം. DWDM ഓപ്പറേറ്റ്സ് ഇൻ SC ആൻഡ് L ബാൻഡ്സ്. ഓക്കെ, അതിന് നമുക്ക് ബാൻഡുകളെ കുറിച്ച് പഠിക്കണം. സോ SCL ബാൻഡിലാണ് ഈ DWDM ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഓക്കെ, ഇവിടെ ലൈൻ വിഡ്ത്ത് എന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ ലേസറിന്റെ ലൈൻ വിഡ്ത്ത്, അതായത് ലേസർ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന വേവ് ലെങ്ത് 1550 ആണ് വേവ് ലെങ്ത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. കറക്റ്റ് ആ ഒരു വേവ് ലെങ്ത് മാത്രം ട്രാൻസ്മിറ്റ് ചെയ്യില്ല, അതിന്റെ അടുത്തുള്ള വേവ് ലെങ്ത് കൂടി കൂടിയിട്ടാണ് ട്രാൻസ്മിറ്റ് ചെയ്യുക. ദാറ്റ് ഇസ് കാൾഡ് ലൈൻ വിഡ്ത്ത്. അങ്ങനെ ലൈൻ വിഡ്ത്തിനെയും എന്ത് ചെയ്യുന്നുണ്ട്, ഈ വേവ് ലെങ്ത് സ്പേസിംഗ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ആൻഡ് ആൾസോ ഒപ്റ്റിക്കൽ ഫൈബർ ബാൻഡ് വിഡ്ത്ത്, ഫൈബറിന്റെ ബാൻഡ് വിഡ്ത്തിനെയും ഈ ഒരു വേവ് ലെങ്ത് സ്പേസിംഗ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ്. ഓക്കെ, ദെൻ we can discuss the next. This is an attenuation curve. ഒരു attenuation curve ആണ്. ഈ curveൽ നമുക്ക് ഓരോ വിൻഡോകളുണ്ട്. ഓക്കെ, ദിസ് ഇസ് അല്ലെങ്കിൽ ഡെൻസ് WDM വിൻഡോ, ആ ഒരു വിൻഡോ സ്പേസ് ആണ്. അപ്പോൾ വിൻഡോയിൽ നമ്മൾ പറഞ്ഞിട്ട് 16, 34, 64 അങ്ങനെ ചാനൽസ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വിൻഡോയിൽ ഈ ഒരു ഫുൾ വിൻഡോയിൽ നമുക്ക് ഫസ്റ്റ് വിൻഡോ, സെക്കൻഡ് വിൻഡോ, തേർഡ് വിൻഡോ ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഇവിടെ ഫസ്റ്റ് വിൻഡോ വരുന്നത് ഈ ഒരു സെക്ഷനിലാണ്. ദാറ്റ് ഈസ് അബൌട്ട് 850 നാനോമീറ്റർ റേഞ്ചിലാണ് ഫസ്റ്റ് വിൻഡോ വരുന്നത്. സെക്കൻഡ് വിൻഡോ വരുന്നതിന് അതിനെ പറഞ്ഞ പേരാണ് O ബാൻഡ്. ഈ O ബാൻഡ് വരുന്നത്
1300 നാനോമീറ്റർ റേഞ്ചിലാണ് ഈ ഒ ബാൻഡ് വരുന്നത്. ദെൻ നെക്സ്റ്റ് തേർഡ് വിൻഡോ വരുന്നത് പറയുമ്പോൾ 1500 നാനോമീറ്റർ റേഞ്ചിലാണ് തേർഡ് വിൻഡോ വരുന്നത്, റൈറ്റ്. അപ്പോൾ ഈ 100 GHz 0.9 ചാനൽ സ്പേസിംഗ് ഫോർ ITU. ഓക്കെ, ITU സ്റ്റാൻഡേർഡ് അനുസരിച്ച് ഓരോ വിൻഡോകളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ ഈ ഒരു വിൻഡോക്ക് അകത്ത് ഇപ്പോൾ WDM ട്രാൻസ്മിറ്റ് ചെയ്യാറുമ്പോൾ ഇത്രയും, അതായത് 15 THz ഇവിടെ ഫ്രീക്വൻസി വരുന്നുണ്ട്. ഓക്കെ, വേവ് ലെങ്ത്, ഓക്കെ, ഇതിന്റെ ബാൻഡ് വിഡ്ത്ത് വരുന്നുണ്ട്. ഓക്കെ, സോ 1500 നാനോമീറ്റർ ഈ റേഞ്ചിൽ 15 THz ആണ് ഇതിന്റെ ബാൻഡ് വിഡ്ത്ത് വരുന്നത്. ഇവിടെ എസ് ബാൻഡ് അല്ലെങ്കിൽ യു ബാൻഡ് എന്ന് പറയും ഇതിന്. ഈ ഒരു 15 THz ടെറാഹേഴ്സ് എന്ന് പറയുമ്പോൾ 10⁻14, സോ 15 to 10⁻14 ആണ് അതിന്റെ ബാൻഡ് വിഡ്ത്ത് വരുന്നത്. ഇതിലൂടെ നമുക്ക് എന്ത് 34 ബിറ്റ് അല്ലെങ്കിൽ 16 ബിറ്റ് 128 ചാനൽസ്, ഓക്കെ, ഇത്രയും ചാനൽസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും വരുന്നത്. ഓക്കെ, സോ 1310 നാനോമീറ്റർ 1500 നാനോമീറ്റർ വിൻഡോസ് ആണ്, ഈ രണ്ട് വിൻഡോസ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഈ ഒരു റേഞ്ചിൽ എത്ര ചാനൽസ് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. ഓക്കെ, അതാണ് അവിടെ നമ്മൾ DWDM പറഞ്ഞത്. ഓക്കെ, ഈ ഒരു ചാനൽ റേഞ്ചിൽ ഓക്കെ എൽ ബാൻഡ്സും ഒക്കെ യൂസ് ചെയ്തിട്ട് എസ് ബാൻഡ്സ്, സി ബാൻഡ്, എൽ ബാൻഡിലൊക്കെ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഈ ബാൻഡ് എന്ന് പറയുന്നത് ഈ റേഞ്ച് ഓഫ് ഫ്രീക്വൻസിനാണ്. ഓക്കെ, ഇത് ഒരു അറ്റുനേഷൻ കേർവ് ആണ്. അപ്പോൾ ഇതിന്റെ ഓരോന്നിന്റെയും അറ്റുനേഷൻ, ഇവിടെ അറ്റുനേഷൻ കുറവുള്ള റീജിയൻ ആണ് നമ്മൾ എന്തെടുക്കുന്നത്, ട്രാൻസ്മിഷൻ പർപ്പസിന് എടുക്കുന്നത്. ഇതാണ് ബാൻഡ് ഓഫ് ഫ്രീക്വൻസി. ഈ ബാൻഡ് ഓഫ് ഫ്രീക്വൻസിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒപ്റ്റിക്കൽ സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. സോ ഇത് ITU സ്റ്റാൻഡേർഡ് ആ ഒരു യൂണിയൻ ഉണ്ടാക്കിയ ഒരു ട്രാൻസ്മിഷൻ വേവ് ലെങ്ത് വിൻഡോ ആണ് കാണിക്കുന്നത്. ഓക്കെ, ഏതൊക്കെ ഈ ഒരു വിൻഡോയിലാണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. 1300 വിൻഡോയിൽ, അതുപോലെ തന്നെ 1500 വിൻഡോയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സെക്കൻഡ് വിൻഡോ ആൻഡ് തേർഡ് വിൻഡോ. ഫസ്റ്റ് വിൻഡോ 850 നാനോമീറ്ററിലാണ് വരുന്നത്. ഈ ഒരു വിൻഡോയിലാണ് നമ്മൾ ട്രാൻസ്മിഷൻ നടത്തുന്നത്. DWDM WDM CWDM ഒക്കെ ഈ ഒരു വിൻഡോയിലൂടെയാണ് നടത്തുന്നത്. ഇതൊരു അറ്റുനേഷൻ കേർവ് ആണ്, ITU ഡെവലപ്പ് ചെയ്ത ഒരു അറ്റുനേഷൻ കേർവ്. ഓക്കെ, so that's all about attenuation curve. Then next നമുക്ക് WDM സ്റ്റാൻഡേർഡ്സിൽ ഓരോന്നിന്റെ ഫീച്ചേഴ്സ് നോക്കാം. ഓക്കെ, നോർമൽ WDM പറഞ്ഞാൽ നമ്മൾ ഏർലിയർ കേസിൽ യൂസ് ചെയ്തിരുന്നതാണ് 1010ലും 1500 ഈ രണ്ട് വേവ് ലെങ്ത് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ദെൻ നെക്സ്റ്റ് ഡെൻസ് WDM എന്ന് പറയുമ്പോൾ ഒരു വേവ് ലെങ്ത് റേഞ്ച് 1550 വേവ് ലെങ്ത് റേഞ്ചിൽ അത്രയും ചാനൽസ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യും. അപ്പോൾ ചാനൽ സ്പേസിങ് വളരെ കുറവാണ്. അവർ തമ്മിലുള്ള 128 ചാനൽസ് ഒക്കെ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ ചാനൽസ് തമ്മിലുള്ള സ്പേസിങ് വളരെ കുറവാണ് ഇൻ കേസ് ഓഫ് DWDM. DWDM ഓപ്പറേറ്റ്സ് ഇൻ S, C and L band. It is high quality and high rate inter-area network. Okay, മെട്രോ ഏരിയ നെറ്റ്വർക്കിലാണ് ഇത് യൂസ് ചെയ്യുന്നത്. വൈഡ് ഏരിയ നെറ്റ്വർക്കിലും ഒക്കെ ട്രാൻസ്മിഷനിലൊക്കെ DWDM യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എൽ ബാൻഡ്സ് എവിടെയൊക്കെ വർക്ക് ചെയ്യുന്നുള്ളതാണ്. പിന്നെ സോണറ്റിലെ SDHലൊക്കെ സിങ്ക്രോണസ് ഡിറ്റക്ഷനിലൊക്കെ നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. EDFAയിൽ യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ ചാനൽ സ്പേസിങ് ഡെൻസ് ആണ്. അതായത് ചാനൽസ് ഞാൻ പറഞ്ഞു, ഈ ഒരു ബാൻഡ് വിഡ്ത്തിനിടയിൽ 128 ചാനൽസ് ഒക്കെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ചാനൽ തമ്മിലുള്ള സ്പേസിങ് ഇവിടെ കുറവാണ്. സോ ഡെൻസ് ആണ്, dense channel spacing. Typical DWDM use 40 channel at 100 GHz spaces, 80 channel at 50 GHz spacing. Okay, ഒരു 140 ചാനൽസ് ഒക്കെ 100 GHz സ്പേസ് വെച്ചിട്ട് നമുക്ക് 40 ചാനൽസും അതുപോലെ തന്നെ 80 ചാനൽസ് 50 GHz സ്പേസ് വെച്ചിട്ടൊക്കെയാണ് ടിപ്പിക്കലി DWDM ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു 6, 8, 34 ഇത്രയും ട്രാൻസ്മിഷൻസ് നടക്കുന്നുണ്ട്. ദെൻ കോസ് WDM എന്താ പറയുന്നത്, Coarse WDM provides up to 16 channels across multiple channel windows of the silica fiber. Okay, ഇവിടെ സിയുടെ കോസ് WDMൽ 16 ചാനൽസ് ആണ് ഈ ഒരു ഇതിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, 110 ആണ് മീനിങ്. ഓക്കെ, ലോ കോസ്റ്റ് ഒപ്റ്റിക്കൽ ഓപ്പറേറ്റഡ് ഇൻ നെറ്റ്സ്. ഓക്കെ, ലോക്കൽ ഏരിയ നെറ്റ്വർക്കിലൊക്കെ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് ലോ കോസ്റ്റ് ആണ്. ഓക്കെ,
Then next principles of DWM. DWM is proper dense WDM ആണ് നമ്മൾ നോർമൽ മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. കാരണം ഡെൻസ് WDMൽ അവർ തമ്മിലുള്ള ചാനൽസ് മാക്സിമം 128 ചാനൽസ് വരെ എന്ത് ചെയ്യാം, ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. 80 നാനോമീറ്റർ ഓർ 14 ടെറാ ഹെർട്സ് അറ്റ് 1300 നാനോമീറ്റർ ബാൻഡിൽ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ പറഞ്ഞു 14 ടെറാ ഹെർട്സ് ആണ് 1300 നാനോമീറ്റർ ബാൻഡിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് 15 ടെറാ ഹെർട്സ് ആണ് വരുന്നത് ഇവിടെ 1550 നാനോമീറ്റർ. ആ ഒരു ബാൻഡ് യൂസ് ചെയ്തിട്ടാണ് പറയുന്നത്. Discrete wavelengths form individual channels that can be modulated, routed and switched individually. Okay, ഇതിനെ ഇൻഡിവിജ്വൽ ആയിട്ട് മോഡുലേറ്റ് ചെയ്ത് റൂട്ട് ചെയ്തിട്ടാണ് ഇതിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ദീസ് ഓപ്പറേഷൻ റിക്വയർസ് വെറൈറ്റി ഓഫ് പാസീവ് ആൻഡ് ആക്റ്റീവ് ഡിവൈസസ്. ഇത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതിൽ നമുക്ക് ഫ്രീക്വൻസി സ്പേസിംഗ് കാണാനുള്ള ഇക്വേഷൻ ആണ് ഡെൽറ്റ വി is equal to C by lambda square into d lambda. d lambda എന്ന് പറയുമ്പോൾ ഇത് വേവ് ലെങ്ത് ആണ്, ഡിഫറൻഷ്യൽ വേവ് ലെങ്ത്. Okay, so the frequency spacing delta V is equal to C by lambda square into d lambda, that is wavelength. അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് ഏകദേശം സെയിം ആണ്, കാരണം ഫ്രീക്വൻസി ഇവിടെ ലാംഡ ക്യാൻസൽ ചെയ്യുമ്പോൾ C by lambda ആകും, ദാറ്റ് ഈസ് ഓൾസോ ഈക്വൽ ടു ഫ്രീക്വൻസി. സോ യൂണിറ്റ് ഈക്വൽ ആയിട്ട് വരും. ദെൻ നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് DWMൻ്റെ ലിമിറ്റേഷൻസ് ആണ്. തിയററ്റിക്കലി ലാർജ് നമ്പർ ഓഫ് ചാനൽസ് ക്യാൻ ബി പാക്ക്ഡ് ഇൻ എ ഫൈബർ. ഒരു ഫൈബറിനകത്ത് തന്നെ ഒരുപാട് ചാനൽസിനെ പാക്ക് ചെയ്യണം, കാരണം ഇവിടെ ഡെൻസ് ആയിട്ടാണ് WDM. കാരണം ഒരുപാട് ചാനൽസ് ഇവിടെ occupy ചെയ്യുന്നുണ്ട്. Also for physical realization of DWM network we need precise wavelength selected devices. precise ആയിട്ടുള്ള wavelength selected devices വേണം, കാരണം അത്രയും സ്പേസിംഗ് കുറവായതുകൊണ്ട് തന്നെ. Then optical amplifiers are imperative to provide long transmission distance without repeaters യൂസ് ചെയ്യാതെ optical amplifiers തന്നെ ഈ DWM ട്രാൻസ്മിഷനിൽ വേണ്ടി യൂസ് ചെയ്യണം. ഓക്കെ, ഇത്രയാണ് അതിൻ്റെ ലിമിറ്റേഷൻസ്. So that's all about this section, that is standard WDM standards. Okay, then next components of WDM. This can be discussed in the next section. Okay, thank you. Have a nice day.